കോഴിക്കോട് കൊയിലാണ്ടിയിൽ CPM ലോക്കൽ സെക്രട്ടറിയെ വെട്ടിക്കൊന്ന പ്രതി കസ്റ്റഡിയിൽ. പെരുവട്ടൂർ സ്വദേശി അഭിലാഷാണ് കസ്റ്റഡിയിലുള്ളത്. വ്യക്തിവൈരാഗ്യമാണ് ക്രൂര കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ്. കൊലയിൽ മറ്റാർക്കും പങ്കില്ലെന്നാണ് പ്രാഥമിക നിഗമനമെന്നും കോഴിക്കോട് റൂറൽ SP അരവിന്ദ് സുകുമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കൊലപ്പെടുത്തിയ പ്രതി കസ്റ്റഡിയിലുണ്ടോ? നമുക്കൊരു സസ്പെക്ട് കസ്റ്റഡിയിലുണ്ട്. നമ്മളത് ഓഫ് കോഴ്സ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഗോയിങ് ഓൺ. വി ഹാവ് രജിസ്റ്റേർഡ് എ കേസ്. വി ആർ ഡൂയിങ് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ഫർദർ ഡീറ്റെയിൽസ് എടുക്കും. ഐഡന്റിറ്റി റിവീൽ ചെയ്യാനായിട്ടുണ്ടോ? വി ഹാവ് ടു വർക്ക് ഓൺ ദാറ്റ്, ബട്ട് വി ഹാവ് വൺ സസ്പെക്ട് ഇൻ കസ്റ്റഡി. പക്ഷേ ഇതുപോലെ ഒരു ദാരുണമായ കൊലപാതകമാണ്. അതിന്റെ കാരണം അങ്ങനെ എന്തെങ്കിലുമുള്ള സൂചന വിവരങ്ങൾ? പ്രഥമ ദൃഷ്ടി അതൊരു പേഴ്സണൽ എനിമിറ്റി, വ്യക്തിപരമായ ഒരു ഇഷ്യൂ ആണ് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രഥമ ദൃഷ്ടിയ. Of course, we'll further verify. So, prima facie, it is like that. അന്വേഷിച്ച് കണ്ടെത്തിയതാണോ അതോ കീഴടങ്ങ് എങ്ങനെയായിരുന്നോ? അല്ല, അത് ആക്ച്വലി ഈ സസ്പെക്റ്റിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. ആൻഡ് അക്കോർഡിംഗ്ലി സസ്പെക്റ്റ് നമ്മളുടെ കയ്യിൽ കിട്ടിയതാണ്. ഈ കെയിം ടു അസ്. യെസ്. ചോദിക്കുമ്പോൾ എങ്ങനെ കൊലപ്പെടുത്തി, എന്താണ് ഇതിന് മോട്ടീവ്? അതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞില്ല. പ്രൈമ ഫേസി ഒരു പേഴ്സണൽ എനിമിറ്റി ആയിട്ട് മനസ്സിലാവുന്നു. ഫർദറായിട്ട് നമുക്ക് ഇനി ചോദ്യം ചെയ്ത് ഇൻട്രോഗേറ്റ് ചെയ്ത് മനസ്സിലാക്കിയിരിക്കുന്നു. നിലവിൽ നമ്മുടെ ഒരു നിഗമനം വെച്ചിട്ട് ഒരാളാണ്. അതെ, ഒരു സസ്പെക്റ്റാണ് നിലവിലുള്ളത് ഇപ്പോഴത്തേക്ക്. ഓക്കെ. രാഹുൽ KV ചേരുന്നുണ്ട് നമുക്കൊപ്പം. രാഹുൽ, അതിക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് നാട്. ആരാണ്, എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിൽ? എന്താണ് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? സന്ധ്യ, എല്ലാവരും തന്നെ ഞെട്ടലോടെയാണ് ഈ കൊലപാതക വിവരം ഇന്നലെ രാത്രി കേൾക്കുന്നത്. രാത്രി 10 മണിയോടുകൂടിയാണ് ഇവിടെ ക്ഷേത്രമുറ്റത്ത് അതിദാരുണമായ കൊലപാതകം നടക്കുന്നത്. ക്ഷേത്രത്തിൽ, പെരുവട്ടൂർ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. ഉത്സവം നടക്കുന്നതിനിടെ അടുത്ത് തന്നെ ഈ ഗാനമേള, പറമ്പിൽ തന്നെ ഗാനമേള നടക്കുന്നു. ഈ സമയത്ത് എല്ലാവരുടെയും ശ്രദ്ധ ഗാനമേളയിലേക്ക് പതിഞ്ഞ സമയത്താണ് ക്ഷേത്രത്തിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് ക്ഷേത്ര കമ്മിറ്റി ഓഫീസിൻ്റെ പരിസരത്തായി ഇത്തരത്തിൽ CPM ലോക്കൽ സെക്രട്ടറിയെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അധികം ആരുടെയും ശ്രദ്ധ ഇതിലേക്ക് വന്നിരുന്നില്ല എന്നതാണ്. പിന്നീട് ആളുകൾ ശ്രദ്ധ വന്ന സമയത്ത് നേരെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. PV സത്യനാഥനാണ് കൊല്ലപ്പെട്ടത്. പ്രതിയെ ഏതായാലും പോലീസിന് കസ്റ്റഡിയിലെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. സമീപത്ത് തന്നെയുള്ള സത്യനാഥൻ്റെ പരിചയക്കാരൻ തന്നെയാണ് പ്രതി എന്നുള്ളതാണ്. വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് കാരണം എന്നാണ് പോലീസ് പറയുന്നത്. അതായത് മറ്റു കാരണങ്ങളില്ല, രാഷ്ട്രീയ കാരണങ്ങൾ ഈ ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. പക്ഷേ എന്താണ് ഇത് ഈ വിധത്തിൽ ഇങ്ങനെ ഒരു ക്ഷേത്രപ്പറമ്പിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്താനുള്ള അത്രയും തക്കതായ ഒരു വ്യക്തിവൈരാഗ്യം എന്താണ് എന്ന് സംബന്ധിച്ച പ്രതി പോലീസിനോട് പറഞ്ഞിട്ടില്ല. അത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണം നടന്നു വരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കോഴിക്കോട് റൂറൽ SP പ്രതികരണമാണ് കേട്ടത്. ബാക്കി എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പരിശോധിച്ചു വരുന്നു എന്നാണ് റൂറൽ SP വ്യക്തമാക്കിയിട്ടുള്ളതും. പറഞ്ഞതുപോലെ രാത്രി 10 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ശരീരത്തിൽ 3-ലധികം മുറിവുകൾ ഉണ്ടായിരുന്നു. മരണം സംഭവിച്ചു. CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ രാത്രി തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിവൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കൊലപാതകമാണെന്ന് മനസ്സിലാക്കുന്നു. രാഷ്ട്രീയ കാരണങ്ങളുണ്ടെങ്കിൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നുള്ളതാണ്. പെരുവട്ടൂർ സ്വദേശിയായ അഭിലാഷനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഈ കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം ഉൾപ്പെടെ കണ്ടെത്തുവാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സാധ്യതകളും എല്ലാ വശങ്ങളും അന്വേഷിച്ചു വരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. DIG, കണ്ണൂർ റേഞ്ച് DIG ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ രാത്രി വൈകിയും ക്ഷേത്രത്തിലും ആ പരിസരത്തുമൊക്കെ എത്തി അന്വേഷണം നടത്തിയിരുന്നു. കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറിയാണ് കൊല്ലപ്പെട്ട PV സത്യനാഥൻ. കൊയിലാണ്ടിയിൽ ഈ പ്രതിഷേധ സൂചകമായി ഇന്ന് CPM ഹർത്താൽ ആചരിക്കുകയാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. കൊയിലാണ്ടിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. രാവിലെ തന്നെ പോസ്റ്റ്മോർട്ടവും പൂർത്തിയാക്കും. അത്യന്തം ഞെട്ടലിൽ തന്നെയാണ് ഈ ഒരു കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാടുള്ളത്. പ്രത്യേകിച്ചും ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിനിടെ ഗാനമേള നടക്കുന്ന അതേ സമയത്ത് ഒരു ഭാഗത്ത് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നു. ഇതിൻ്റെ നേരെ മറുഭാഗത്തായാണ് ഈ വിധത്തിൽ അതിദാരുണമായ അതിക്രൂരമായ കൊലപാതകം നടന്നത്. അത് പരിചയമുള്ള ആളുകൾ തന്നെ വ്യക്തിവൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊല നടത്തുന്നു. ഈ പിടിയിലായ പ്രതി നേരത്തെ കൊയിലാണ്ടി നഗരസഭയുമായി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് ജോലിയൊക്കെ ചെയ്തിരുന്ന ആളാണ്
എന്നാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരവും നാട്ടുകാരിൽ നിന്നൊക്കെ ലഭ്യമാകുന്ന വിവരവും. പക്ഷേ ഈ ക്ഷേത്ര പരിസരത്ത് ഇതിന് മുൻപോ അല്ലെങ്കിൽ സമീപ സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലോ അതിന് മുമ്പത്തെ ദിവസങ്ങളിലോ ഒന്നും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്നുകൂടി ആളുകൾ വ്യക്തമാക്കുന്നുണ്ട്. പോലീസിന്റെ അന്വേഷണം നടന്നു വരികയാണ്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യും എന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. രാഹുൽ, ഈ കൊലപാതകം കഴിഞ്ഞ് ഏറെ നേരം കഴിഞ്ഞാണോ പോലീസ് അവിടെ എത്തിയത്? കാരണം ആയുധമൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. ഇത് കൊയിലാണ്ടിയിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടുള്ളൊരു പ്രാദേശികമായ സ്ഥലമാണ് പെരുവട്ടൂർ എന്ന് പറയുന്നത്. സംഭവം നടന്ന് പോലീസ് ഈ കൊല നടന്ന് കുറച്ച് സമയത്തിന് ശേഷമാണ് പോലീസ് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നതെന്നാണ്. ആദ്യഘട്ടത്തിൽ ആരാണ് ഇതിന് പിന്നിലെന്നോ പ്രതിയിലേക്ക് ദൃക്സാക്ഷികളൊന്നും കാര്യമായി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആരാണ് കൊല നടത്തിയതെന്ന സൂചനകളോ ആദ്യ നിമിഷങ്ങളിൽ പോലീസിന് ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രതി പിന്നീട് പോലീസിൽ കീഴടങ്ങി എന്നുള്ളതാണ് റൂറൽ SP തന്നെ പറഞ്ഞ കാര്യം. അതുപോലെ തന്നെ ഈ ആയുധം എന്താണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇയാളെ ഇനിയിപ്പോൾ കസ്റ്റഡിയിലുള്ള സ്ഥിതിക്ക് കൂടുതൽ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും കൂടുതൽ വ്യക്തമായി വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. അതിൽ മൂർച്ചയേറിയ ഒരായുധമാണ് ഉപയോഗിച്ചത്. ഒരുപക്ഷെ നമ്മുടെ ഈ സർജറിക്കൊക്കെ ഉപയോഗിക്കുന്ന സർജിക്കൽ ബ്ലേഡ് പോലെയുള്ള ആയുധമാകാം, ഉപകരണമാകാം എന്ന് പോലീസ് ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം സത്യനാഥന്റെ ശരീരത്തിൽ വന്ന മുറിവുകൾ ആ വിധത്തിലുള്ളതാണ്. 4ഓളം മുറിവുകളാണ് ഉള്ളത്. ആദ്യം കഴുത്തിന് വെട്ടേൽക്കുന്നു, പിന്നീട് ശരീരത്തിന്റെ പുറംഭാഗത്തൊക്കെ വെട്ടുണ്ട്. താലൂക്ക് ആശുപത്രിയിലേക്ക് ഏകദേശം ഒരു സംഭവം നടന്ന അരമണിക്കൂറിനുള്ളിൽ. ശരി, ഉത്സവത്തിനിടെയാണ് PV സത്യനാഥനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇതൊരു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ നടന്ന കൊലപാതകമെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ.